ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. തമ്മിൽ പറഞ്ഞതൊരു യഥാർത്ഥ ഫ്രണ്ട്സ് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പരിചയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയാൻ കാരണം ഒന്നാമത് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ആൾ കേൾവിക്കാരനായിട്ടിരിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ പറയുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരിക, അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിവുള്ള ഒരാൾ. അതായത് നമ്മൾ ചീഞ്ഞ കോമഡിയാണെങ്കിലും അത് ആസ്വദിച്ച് ഹ ഹ ഹ എന്ന് പറയുന്ന ഒരാൾ. പിന്നെ നമ്മളെ കേൾക്കാൻ ഒരാൾ, നമ്മുടെ തെറ്റെന്തെങ്കിലും കറക്ഷന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ശരിയാവില്ല, ഇതാണ് നല്ലത്, ഇച്ചിരൂടെ നല്ലത് ഇതാണ് എന്നൊക്കെ പറയാൻ ഒരാൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളിൽ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമാണ് അതിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ 10ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മെഡിക്കലിൽ പഠിച്ചവരാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അതിൽ കുറച്ച് പേര് എന്നെ ഒരുപാട് സഹായിച്ചു, വിളിച്ച് ചോദിച്ചു ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കുറേ ഫ്രണ്ട്സുകൾ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അതിൽ കുറച്ച് പേര്, ഇപ്പോൾ എനിക്ക് അതിൻ്റെ പേരെടുത്ത് പറയാനുള്ള പേരുകൾ കുറച്ച് പേരുണ്ട്. പക്ഷെ അത് ഞാൻ പറയണില്ല. പക്ഷെ എല്ലാവർക്കും വിഷമാവും എന്നോർത്തിട്ട് ഇപ്പോൾ പേര് ചൂണ്ടി ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും വളരെ കുറച്ച് പേര് മാത്രം നമ്മളെ ഈ പറഞ്ഞ എല്ലാവർക്കും പൈസയും കൊണ്ട് സഹായിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. അതിപ്പോൾ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും റിലേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും കൂടിയിട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡ് അടങ്ങുന്ന കുറച്ച് പേര് അല്ലാതെ എന്നെ ഒരു കാര്യത്തിന് സഹായിക്കാനോ അല്ലെങ്കിൽ പൈസയും കൊണ്ട് സഹായിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. കസ്പിൻ്റെ ആനുകൂല്യങ്ങൾ കുറേ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചികിത്സയിൽ അത്രയും പൈസ കൂടുതലായി ചിലവായിട്ട് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ചില സമയത്ത് നമുക്ക് പൈസ വേണ്ടി വന്ന സമയത്ത് ഈ പറഞ്ഞ കണക്ക് ചേട്ടൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചേട്ടൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ പേരിലാണെങ്കിലും ഫ്രണ്ട്സും കുറേ പൈസ എനിക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു 50 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു 5000 രൂപ 500 രൂപയൊക്കെ തരുന്നത് വലിയ പൈസയാണ്, വലിയ എമൗണ്ടാണ് എന്ന് വിചാരിച്ച് 500 രൂപ കുറഞ്ഞ വലിയ എമൗണ്ട് അല്ല എന്നല്ല കേട്ടോ. ആ സമയത്ത് ഒരു 5 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു 500 രൂപ കിട്ടുക എന്നൊക്കെ പറയണ ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പൈസയ്ക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ പൈസ തന്ന് സഹായിച്ച ആൾക്കാരെയൊക്കെ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഇത് റിലേറ്റീവ്സിലാണെങ്കിലും എൻ്റെ വീട്ടിലെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും അമ്മയുടെ വീട്ടുകാർ ഒരു കുറച്ച് പേര്, എണ്ണിയാൽ ഒതുങ്ങുന്ന കുറച്ച് പേര് റിലേറ്റീവ്സിലെ ആൾക്കാർ എനിക്കിപ്പോഴും പറയാൻ പറ്റും. അതും ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കറിയാൻ പറ്റും നമ്മുടെ വയ്യാതെ കിടന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൈസ തന്ന് സഹായിച്ചവരാരൊക്കെ എന്നുള്ളത് നമ്മളിങ്ങനെ എണ്ണി നമുക്ക് പറയാനുള്ളത് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേരാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, എളുപ്പത്തിൽ പറയാൻ പറ്റും. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇത്രയും ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ വളരെ ചുരുക്കം പേര് ആണ് നമ്മളെ സഹായിച്ചിട്ടുള്ളൂ എങ്കിലും അത് നമുക്ക് അറിയാം, പേരുകൾ അറിയാം ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ആ സമയത്തൊന്നും സുഖമില്ലാതിരിക്കുന്ന സമയത്തൊന്നും വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് മഞ്ജു എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് മാത്രം ഇങ്ങനെ ഡെയിലി വിളിച്ചിങ്ങനെ മരുന്ന് കഴിക്കും പോലെ എന്തായി, നിനക്ക് മാറിയോ, മുടി വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചുരുക്കം പേര് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും.
അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പം അതിപ്പോൾ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് നടന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അതെനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ സങ്കടം വരും. കാരണം നമ്മൾ അത്രയും ഡീപ്പായിട്ട് കൊണ്ട് നടന്ന കുറച്ച് പേര് നമ്മുടെ അസുഖം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയാണ് അസുഖം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല, ചിലപ്പോൾ നാളെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ ചിലപ്പോൾ നമ്മളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ കുറച്ച് പേര്, അങ്ങനെ എനിക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നാളിൽ കേട്ടോ. ഇപ്പോൾ പക്ഷേ എല്ലാം മാനേജ് ചെയ്തു. ഇപ്പോൾ അവർ വീണ്ടും വിളിച്ചൊക്കെ തുടങ്ങി. പക്ഷെ ഞാനും ഈ പറഞ്ഞ കണക്ക് നമുക്കറിയാം, അപ്പം നമ്മളോട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ആപത്തിൽ നമ്മുടെ കൈ ഒഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്റ്റഡിയായി വന്ന് കഴിയുമ്പോൾ പിന്നെയും ആ ഒരു ഇതിലേക്ക്, ആ ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലായി കാണാം എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണം എല്ലാവരുടെ അടുത്തും. അപ്പോൾ സുഖമില്ലാതെ ആവുമ്പോഴാണ് സത്യം പറഞ്ഞ് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കാര്യവും യഥാർത്ഥമായ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെന്നും യഥാർത്ഥമായിട്ടുള്ള റിലേറ്റീവ്സ് ആരൊക്കെ ഉണ്ടെന്നുള്ളതും, നമ്മുടെ സ്വന്തം ചോരയിൽ പിറന്ന ആളാണെങ്കിൽ പോലും നമുക്കൊരു ഉപകാരത്തിന് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ആ സമയത്താണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് വയ്യാണ്ടാവണം. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കുറച്ച് പേരാണ് നമ്മളെ കാര്യമാക്കിയിട്ടുള്ളൂ. ഞാൻ എന്നൊരാൾ ജീവിച്ചിരുന്നാലും ജീവിച്ചിരുന്നില്ലെങ്കിലും യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥ ഫ്രണ്ട്സിനെ ചൂസ് എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് വയ്യാതെ കിടക്കുമ്പോൾ മാത്രം ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ മാത്രം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, അവരെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയക്കേണ്ടത്. വയ്യാതെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ആരും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരും ആ സമയത്ത് ഉണ്ടാവില്ല. നമുക്ക് വയ്യാണ്ടായാൽ നമ്മുടെ വളരെ കുറച്ച് പേരായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. 1-2 പേര്, അതിൽ കൂടുതലൊന്നും ആരും ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് എല്ലാവരും, ഫ്രണ്ട്സിനെ ആയാലും റിലേറ്റീവ്സ് ആണെങ്കിലും, ഒരു ഡിസ്റ്റൻസ്, അതായത് എല്ലാവർക്കും കൊടുക്കേണ്ടത്, അതായത് സ്നേഹവും എന്ത് കാര്യമാണെങ്കിലും അതൊരു പാകത്തിന് കൊടുക്കുക. നമ്മളില്ലെങ്കിൽ അവർ ജീവിക്കും. അത് നമ്മൾ മനസ്സിലാക്കി കണ്ട് നമ്മൾ ജീവിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, താങ്ക് യു.